മുസ്ലിങ്ങളാണെങ്കിൽ ആക്രമണത്തിൽ നിന്നും ഒഴിവാകാം. ചെങ്കടൽ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന് ചരക്ക് കപ്പലുകൾ വഴിതിരിച്ചു വിടുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ചെങ്കടൽ വഴിയുള്ള ചരക്കു നീക്കം വെല്ലുവിളിയായതോടെ ഹൂതി വിമതരുടെ ആക്രമണം ഒഴിവാക്കാൻ ജീവനക്കാരുടെ മതം വെളിപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ കപ്പലുകൾ അയക്കുന്നതായാണ് വിവരങ്ങൾ പുറത്തുവന്നത്. ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ചരക്ക് കപ്പലുകൾക്കു നേരെയുള്ള ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഇത് ചില കപ്പലുകളിൽ മുസ്ലിം ജീവനക്കാരെ മാത്രം ഉൾപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നുമുണ്ട്. ജീവനക്കാരെല്ലാം മുസ്ലിങ്ങളാണെന്ന സന്ദേശമാണ് കപ്പലുകൾ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാനായി നൽകുന്നത്. ഈ ആഴ്ച മാത്രം ഇസ്രായേലിലേക്ക് പോയ 2 ചരക്ക് കപ്പലുകളാണ് ഹൂതികൾ ആക്രമിച്ചു മുക്കിയത്. ചെങ്കടൽ വഴിയുള്ള ചരക്കു നീക്കത്തെ ഹൂതികളുടെ ആക്രമണം സാരമായി ബാധിച്ചിട്ടുണ്ട്. എണ്ണ അടക്കമുള്ളവയുടെ ചരക്കു നീക്കത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന സമുദ്ര ഇടനാഴിയാണ് ചെങ്കടൽ. ഹൂതികളുടെ ആക്രമണം ശക്തമായതോടെ ഇതുവഴിയുള്ള ചരക്ക് ഗതാഗതം ഗണ്യമായി കുറഞ്ഞു. ഗാസയിലെ സംഘർഷത്തിൽ പാലസ്തീനികളോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് തങ്ങളുടെ പ്രവർത്തനങ്ങളെന്നാണ് ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതികൾ അവകാശപ്പെടുന്നത്. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ചരക്ക് കൊണ്ടുപോകുന്ന കപ്പലുകളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് നടത്തുന്നതെന്നും ഇത്തരം കമ്പനികളെ നശിപ്പിക്കുമെന്നും ഹൂതികളുടെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂതി ആവർത്തിച്ചു പറഞ്ഞു. ആക്രമണങ്ങളിൽ നിന്നും ഒഴിവാകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കപ്പലുകൾ അവയുടെ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ട്രാക്കിംഗ് പ്രൊഫൈലുകളിലാണ് ദൃശ്യമായ സന്ദേശങ്ങൾ ഉപയോഗിച്ച് മാറ്റം വരുത്തിയിട്ടുള്ളത്. എല്ലാ ജീവനക്കാരും ചൈനക്കാരാണ്, എല്ലാ ജീവനക്കാരും മുസ്ലിങ്ങളാണ് തുടങ്ങിയ സന്ദേശങ്ങളാണ് ഇതിൽ കപ്പലുകൾ നൽകുന്നത്. ചില കപ്പലുകൾ ഇസ്രായേലുമായി കമ്പനിക്ക് ബന്ധമില്ലെന്ന് തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. മറൈൻ ട്രാഫിക്കിൽ നിന്നും LSCGയിൽ നിന്നുമുള്ള വിവരങ്ങളിലൂടെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപകട സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ സുരക്ഷാ നടപടികൾ വെല്ലുവിളിയാകുന്നതായി സമുദ്ര സുരക്ഷാ സ്രോതസ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണ സാധ്യത കുറയ്ക്കാൻ കപ്പൽ കമ്പനികൾ അസാധാരണമായ ശ്രമങ്ങൾ നടത്തുകയാണ്. എങ്കിലും ഇത്തരം ശ്രമങ്ങൾ കുറഞ്ഞ അളവിൽ ചരക്ക് കപ്പലുകളെ ആക്രമിക്കാൻ നിന്നും രക്ഷിക്കുന്നുണ്ടെന്നാണ് പലരും പറയുന്നത്. ഹൂതികൾ മറ്റ് കപ്പൽ കമ്പനികളെ ആക്രമിക്കില്ലെന്ന് നേരത്തെ ഉറപ്പു നൽകിയെങ്കിലും പ്രധാന ശക്തികളുടെ കപ്പലുകളും ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. 2024 മാർച്ചിൽ ചൈനീസ് നിർമ്മിത ടാങ്കർ ഹുവാങ് ഒരു ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് തകർത്തതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. റഷ്യൻ കപ്പലുകളും സമാനമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഹൂതികൾക്ക് വിപുലമായ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ ഉണ്ടെന്നാണ് കരുതുന്നത്. ഈ ആഴ്ച ഹൂതികൾ മുക്കിയ 2 കപ്പലുകളും കഴിഞ്ഞ വർഷം ഇസ്രായേൽ തീരത്ത് നങ്കൂരം ഇട്ടിരുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഹൂതികളുടെ ഭീഷണി ശക്തമായി നിലനിൽക്കുന്നതിനാൽ ഇസ്രായേലുമായുള്ള ബന്ധം കപ്പൽ കമ്പനികൾ ശ്രദ്ധാപൂർവ്വം പരിശോധിക്കണമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഹൂതികൾ മറ്റു കപ്പൽ കമ്പനികളെ ആക്രമിക്കില്ലെന്ന് നേരത്തെ ഉറപ്പു നൽകിയെങ്കിലും പ്രധാന ശക്തികളുടെ കപ്പലുകളും ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. 2024 മാർച്ചിൽ ചൈനീസ് നിർമ്മിത ടാങ്കർ ഹുവാങ് ഒരു ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് തകർത്തതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. റഷ്യൻ കപ്പലുകളും സമാനമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഗാസയിലെ സംഘർഷത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ചെങ്കടലും ബാബ് അൽ മന്ദാദ് കടലിടുക്കും ഇപ്പോഴും ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലകളായാണ് കണക്കാക്കപ്പെടുന്നതെന്ന് ഇൻഷുറൻസ് സ്ഥാപനമായ AON റിപ്പോർട്ട് ചെയ്യുന്നു. കപ്പൽ കമ്പനികൾ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കണമെന്നും AON നിർദ്ദേശിക്കുന്നു. സമീപകാലത്തുണ്ടായ വർദ്ധിച്ച ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ചരക്ക് കപ്പൽ മേഖലയിലെ കാർഗോ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ ഇരട്ടിയായി. ചില ഇൻഷുറൻസ് കമ്പനികൾ അപകടം പിടിച്ച റൂട്ടുകളിലെ ഇൻഷുറൻസ് കവറേജ് താൽക്കാലികമായി നിർത്തിവെച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.